എല്ലാം അന്വേഷിച്ച് തേയില കച്ചവടവും തുണി കച്ചവടവും മില്ലും ഫാക്ടറിയും ഒക്കെ ആയിട്ട് പണം ചാക്ക് കണക്കിന് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാ. ആ പെണ്ണിനെ പറ്റി കാര്യമായിട്ട് ആർക്കും ഒന്നും അറിഞ്ഞൂടാ. ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവന്റെ ഉമ്മയാര് ബാപ്പയാര് കറുപ്പോ വെളുപ്പോ വീടേത് കൂടേത് ഒന്നും ഒരുത്തനും അറിഞ്ഞൂടാ. 14-ാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓൻ ഇവിടെ നിൽക്കാതെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഓളെ ഒപ്പം എങ്ങനെയാന്ന് കണ്ടുപിടിച്ചാൽ മതി. 23 ലക്ഷം നമ്മളെ കീശ കിടക്കും മോനെ. ഓക്ക് വായി തുറക്കാൻ പറ്റാത്തിടത്തോളം കാലം ഒപ്പം അതല്ല നോക്ക് പറയാൻ പറ്റൂലല്ലോ. അതോടെ നമ്മളെല്ലാ കഷ്ടകാലവും തീരും മോനെ. പിന്നെ ആ കുള്ളം തടിയനില്ലേ കഷണ്ടി ചെവി പൂടാ, അയാള് വെറും ഡ്രൈവർ അല്ല. വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ മടുപ്പ് അയാൾക്ക. അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എന്താടാ ഒന്നും മിണ്ടാത്തത്? നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ? ഇല്ല, കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചു വിട്ടതെന്ന്. എന്നാ പടച്ചോനെ നമ്മള് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പലയിടത്തും വെച്ച്, പല രൂപത്തിൽ. ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ 20 പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കര മാഷ രൂപത്തിൽ വന്ന് 20 പൈസ തന്ന്. പിന്നൊരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക. ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി. ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ. പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു, ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം. നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടല്ലോ ഞമ്മളെ മാമ. അതൊക്കെ കുഞ്ഞ് ചെകുത്താൻ. വലിയ മലയിടത്ര ഉള്ളതുണ്ട്. അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത്. അപ്പൊ പടച്ചോനും കാണൂല, ആരും കാണൂല. ഞാൻ ഒറ്റയ്ക്ക് കൈയും കാലും ഇട്ട് അടിക്കേണ്ടി വരും. ഓരോ പുലിവാലും കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കാര്യം ഇനി മറക്കല്ലേ, ആകെ മുങ്ങി നിൽക്കുക നമ്മള്. നൂറെ, എനിക്ക് ആ പെങ്കൊച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല. ഓ, അതാണെന്ന് എനിക്ക് വിഷമം. നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല. എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നു പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല. എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നൊന്തുവല്ലേ. ഞമ്മളെ പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുള്ളതല്ലേ. 23 ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്കിന്റെ കാശ് വേണ്ട. നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ ആ പാവം മൈമുനേന്റെ 3000 രൂപയെങ്കിലും കൊടുത്തേക്കണം. എനിക്ക് അവളെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല. ആ പാവത്തിനെ പറ്റിച്ചാൽ നീ ഒരു കാലത്തും കൂടെ പിടിക്കില്ല. ഞാനും നീയായിട്ട് ഇനി ഒരു ബന്ധവുമില്ല.